ശ്രീഹരീയം ദശകം 24 പ്രഹ്ലാദചരിതം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. മുരാന്തകവരാഹമായി അവിടുന്നു കൊന്ന ദുഷ്ട ഹിരണ്യാക്ഷ സോദരൻ ഹിരണ്യകശിപു മുകുന്ദനെ വധിക്കുവാൻ അസുര സദസ്സിൽ വച്ചു പ്രതിജ്ഞയെടുത്ത കാര്യം അറിയാമല്ലോ. അവനോ തപസ്സു ചെയ്തു പ്രത്യക്ഷനാക്കിയ ബ്രഹ്മദേവനിൽ നിന്നും വിവിധ വരങ്ങൾ നേടി. അഹങ്കാരിയായി അവൻ ജഗത്തിനും നാഥ കൃഷ്ണ ദേവേന്ദ്രനിൽ നിന്നും സ്വർഗം തട്ടിയെടുത്തു. വൈകുണ്ഠത്തിലെത്തിച്ചേർന്ന ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ അണുരൂപനായി ഭഗവാൻ. മാംസചക്ഷുസിങ്കൽ നിന്നും അപ്രത്യക്ഷനായി ദേവൻ അസുരനോ വിജയിച്ചു എന്നു ധരിച്ചു. നാരായണ ഭക്തി നേടി നാരദനിൽ നിന്നും മുന്നേ ഹിരണ്യകശിപു പുത്രൻ ഭക്തപ്രഹ്ലാദൻ. അസുരനെങ്കിലും അവൻ അനുപമ ഭക്തിയാലേ അവിടുത്തെ ഭക്തന്മാർക്കു മാതൃകയായി. അസുരർക്കു പരിഹാസ്യ മൂലമായ ഭവൽ ഭക്തി അനുദിനം പ്രഹ്ലാദനിൽ വളർന്നു വന്നു. ഗുരുവചനങ്ങളെല്ലാം തിന്മയ്ക്കു കാരണമെന്നു കണ്ടറിഞ്ഞു അവയെല്ലാം തള്ളിക്കളഞ്ഞു. പഠിച്ചവയിൽ ശ്രേഷ്ഠമതേതെന്നുള്ള ചോദ്യം കേട്ടു ഭഗവത് ഭക്തിയാണെന്നു ചൊല്ലി പ്രഹ്ലാദൻ. ഗുരുക്കന്മാരോടു കോപം പൂണ്ടു അസുരനാം രാജൻ ഭക്തനാകും പ്രഹ്ലാദനെ കൊല്ലാനുറച്ചു. ശൂലം കൊണ്ടു കുത്തിയിട്ടും ആനകളാൽ ആക്രമിച്ചും പാമ്പുകളാൽ കടിപ്പിച്ചും വിഷം കൊടുത്തും മലകളിൽ നിന്നും തള്ളിയിട്ടിട്ടും ഹേ ഭഗവാനെ അവിടുത്തെ ഭക്തനൊന്നും സംഭവിച്ചില്ല. ഭയപ്പെട്ടു ആ സുരേന്ദ്രൻ മകനാകും പ്രഹ്ലാദനെ കയറാലെ കെട്ടിയിട്ടു ഗുരുഗൃഹത്തിൽ. കൂട്ടുകാർക്കു പ്രഹ്ലാദനോ ഉപദേശങ്ങളും നൽകി മോക്ഷോപായ ജ്ഞാനവും നൽഭക്തി തത്വവും. നിന്റെ ബലം ആരാണെന്നു ദൈത്യരാജൻ ചോദിച്ചപ്പോൾ എൻ്റെ ബലം വിഷ്ണുവെന്നു ചൊല്ലി ബാലകൻ. അച്ഛനും അഖിലമാകും ചരാചരത്തിനും ബലം വിഷ്ണുവെന്നു ധീരനായി ചൊല്ലി പ്രഹ്ലാദൻ. കോപം മൂലം ഹാലിളക്കി അസുരേന്ദ്രൻ വാളിളക്കി തൊട്ടടുത്ത തൂണിൽ അവൻ ആഞ്ഞടിച്ചല്ലോ. ഇതിനുമപ്പുറമൊന്നും ചൊല്ലുവാൻ ഞാൻ ശക്തനല്ല. കൃപാമയ വിശ്വമയ ആനന്ദം നൽകൂ. നാരായണ 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 വാതാലയേശ.